സോ വിമൻ ഷുഡ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. ഈ ഒരു ഡയലോഗ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും എല്ലാ വിമൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണോ? നോ, ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പോഴും ഇൻബോക്സിലും DM ആയിട്ടും അല്ലാതെ കമന്റ്സിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, പേഴ്സണലി എനിക്ക് എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് വാങ്ങണമെങ്കിൽ പോലും ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കണം, അല്ലെങ്കിൽ അച്ഛന്റെ അടുത്ത് ചോദിക്കണം. ഇങ്ങനെ ഒരു കാര്യം ഇതെപ്പോഴും നമ്മൾ എന്റർടൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ചോദിച്ചാൽ ഫ്രം മൈ സൈഡ് അല്ലെങ്കിൽ എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് നോ. എന്റെ പാരന്റ്സ് ഇതുവരെ എന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്. ബിക്കോസ് എന്റെ ഒരു 18 ഇയേഴ്സ് ആ ഒരു ടൈമില് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരുന്നു. വളരെ ചെറിയ സാലറിയിൽ നിന്ന് തന്നെ ഏറ്റവും ഹയസ്റ്റ് ഒരു സാലറി സ്കെയിലേക്ക് വന്നത് തന്നെ എനിക്ക് അത്രയും എഫേർട്ടും ഹാർഡ് വർക്കും ഞാൻ ഇട്ടതുകൊണ്ട് മാത്രമാണ്. സോ ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം, ക്യാബിൻ ക്രൂ ആവാനായിട്ട് ഒരുപാട് പേരുടെ പാരന്റ്സ് ഇപ്പോഴും സമ്മതിക്കുന്നില്ല. ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് ഒരുപാട് പേർക്ക് കുറെ ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും ഒക്കെ ആയിട്ട് എന്റെ അടുത്ത് വരാറുണ്ട്. സോ എനിക്ക് പറയാനുള്ളത് പാരന്റ്സിന്റെ അടുത്താണ്, എന്താണോ നിങ്ങളുടെ കുട്ടികളുടെ ഡ്രീം അത് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക. അവരുടെ ഡ്രീം അനുസരിച്ച് അത് ഫോളോ ചെയ്യാനായിട്ട് അവർക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കുക. അതാണ് നിങ്ങൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ്. നാളെ അല്ലെങ്കിൽ പോട്ടെ ഇന്ന് എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻഡിവിജ്വൽ ഡിസിഷൻ അതാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിലേക്ക് വരുന്ന ഒരു ടേണിംഗ് പോയിന്റ്. എന്റെ പാരന്റ്സ് സമ്മതിക്കുന്നില്ല എന്റെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് എന്ന് പറയുന്ന ഒരു കമന്റ്സ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇനി എനിക്ക് കാണാൻ ഇടവരുത്താതിരിക്കട്ടെ.